ഹായ് ഹലോ നമസ്കാരം. ഏവർക്കും എന്റെ ചാനലിലേക്കും എന്റെ വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം. അപ്പൊ ഞാനൊരു വീഡിയോ രേണുസുതിയുടെ വീഡിയോ റിയാക്ട് ചെയ്തിരുന്നു. രേണുസുതിയെ ഇങ്ങനെ ഹരാസ് ചെയ്യുന്നതിന്റെ ഒരു വീഡിയോ ആണ് റിയാക്ട് ചെയ്തത്. അവരെ ഇന്റർവ്യൂ ചെയ്ത ആളെന്ന നിലയിൽ അത് ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് കൊണ്ട് ചെയ്തു. അത് കൊള്ളണ്ടവർക്കിട്ട് കൊണ്ടിട്ടുണ്ടെന്ന് മനസ്സിലായി. കാരണം ഇത്ര പെട്ടെന്ന് റിയാക്ഷൻ വീഡിയോ, എനിക്കെതിരെ റിയാക്ഷൻ വീഡിയോ വരുന്ന ഞാൻ തീരെ നിരീക്ഷിച്ചില്ല കേട്ടോ. ഉണ്ണിന്ന് അവനെ വിളിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. അവൻ എന്നെ ആന്റി എന്ന് വിളിക്കുന്നുണ്ടാവും. ഏത് വകയിലാണ് ഞാൻ അവന്റെ ആന്റി ആയെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് അവൻ ഇവനെന്ന് മാറ്റിയിട്ട് അമ്മാവൻ, ഇച്ചിരി എന്താ പറയുന്നത്, ബഹുമാനം കൊടുക്കണമല്ലോ. എന്നെ ആന്റി എന്ന് വിളിക്കുമ്പോൾ, അമ്മായി എന്ന് വിളിക്കുമ്പോൾ, എന്നെ ആന്റിയുടെ അടുത്ത് അമ്മായി എന്നാണല്ലോ മലയാളം. അപ്പൊ ഞാൻ ഇംഗ്ലീഷുകാരി അല്ലാത്തതുകൊണ്ട് ഞാൻ ഒരു അമ്മാവാന്ന് വിളിക്കും. അതിലമ്മാച്ചൻ എന്നോട് പറഞ്ഞത് എനിക്കായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വളരെ സന്തോഷക്കട്ടെ, എനിക്കായിട്ടൊക്കെ വീഡിയോ ചെയ്തുള്ളൂ. പുള്ളി കാര്യം തന്നെ. എന്നെ സംബന്ധിച്ചത് എനിക്കെന്തോ 5000-ഓളം ഫോളോവേഴ്സേ ഉള്ളത്. അങ്ങേരെ സംബന്ധിച്ചിടത്തോളം, അമ്മാച്ചനെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് 2 ലക്ഷത്തിനോ 3 ലക്ഷത്തിനോ അടുത്ത് ഫോളോവേഴ്സ് എങ്ങാണ്ടൊക്കെ ഉണ്ടല്ലോ. അവരൊക്കെ നമുക്കെതിരെ വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ വലിയ കാര്യം തന്നെ. പക്ഷെ ഇതൊരു മ്ലേച്ഛനായി പോയല്ലോ എന്ന് ആലോചിക്കുമ്പോഴേ എനിക്ക് വിഷമമുള്ളൂ. കുറച്ച് നല്ല കാര്യങ്ങൾ ചെയ്യുന്നൊരുത്തനായത് കുഴപ്പമില്ല. പക്ഷെ പുള്ളിയുടെ പറച്ചിലും കെറ്റപ്പൊക്കെ കണ്ടതൊന്നും പുള്ളി ഏതാണ്ട് ഭയങ്കര മറ്റേ എന്താ പറയാ, മറ്റേ ബ്രിട്ടീഷ് നമ്മുടെ ഭരണകാലത്ത് ഇന്ത്യക്ക് വേണ്ടി സമരം ചെയ്ത ആരോ ഒരാളെന്ന മട്ടിലൊക്കെയാണ് നന്മമരം കളിക്കുന്നത്. അതെന്തെങ്കിലും ആയിക്കോട്ടെ. എന്തായാലും ഒരു കാര്യം അദ്ദേഹത്തിന്റെ മറുപടിയിൽ നിന്ന്, അമ്മാച്ചന്റെ മറുപടിയിൽ നിന്ന് എനിക്ക് വ്യക്തമായത് വേറൊന്നുമല്ല, പുള്ളി ഇതെല്ലാം ചെയ്യുന്നത് കാശിന് വേണ്ടിയിട്ടാണ്. കാരണം ഈ രേണുസുതി എന്ന് പറഞ്ഞ വ്യക്തി ഈ അതുലമ്മാച്ചനെ വെച്ച് വിറ്റ് കാശാക്കിയിട്ടോ അയാളുടെ കണ്ടന്റ് എടുത്തിട്ട് റിയാക്ട് ചെയ്യുകയോ ഒന്നും ചെയ്തിട്ടില്ല. അവരവിടെ കഴിവ് കൊണ്ട് അവര് സ്വന്തമായിട്ട് അഭിനയിച്ച് അങ്ങനെയാണ് അവർ കാശുണ്ടാക്കുന്നത്. പക്ഷെ അതുലമ്മാച്ചൻ എന്താ ചെയ്യുന്നത്? അതുലമ്മാച്ചൻ രേണുസുതി എന്താണ് മോശം ചെയ്തു, സമൂഹത്തിൽ തിന്മ ചെയ്യുന്നവർക്കെതിരെ എന്താണ് തിന്മ അത് ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല. കള്ളങ്ങൾ പറഞ്ഞു. അതിലമ്മാച്ചൻ എന്നാ ഭയങ്കര സത്യസന്ധനാണോ? മറ്റേ സാധനമില്ലേ ഊതുന്ന, അല്ലെങ്കിൽ വേണ്ട നാർക്കോ അനാലിസിസ് ടെസ്റ്റ് ഒന്ന് നടത്തിയാൽ എത്ര വാ തുറക്കുമ്പോ കള്ളം മാത്രമേ ചിലപ്പോൾ താങ്കൾ പറയത്തുള്ളായിരിക്കും. ആരാടോ സത്യസന്ധന്മാരായിട്ടുള്ളത് ഈ ലോകത്ത്? 100-ൽ 100 സത്യസന്ധന്മാരൊക്കെ മറ്റേ മോളിരിക്കുന്നവരാ. അതായത് ദൈവങ്ങൾ എന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്നവരാണ് സത്യസന്ധന്മാർ. അവർ കള്ളം പറയില്ലെന്ന് നമ്മൾ വിശ്വസിക്കുന്നു. ഈ രേണുസുതി എന്ന് പറയുന്ന വ്യക്തി ഈ പറയുന്ന ഒറ്റക്കാരി, ഈ പറയുന്ന അതുലിനെയോ അല്ലെങ്കിൽ മറ്റ് അവരെ വെച്ച് വലിച്ചു കീറുന്ന വ്ളോഗർമാരെ വെച്ച് ഒരു റിയാക്ഷൻ വീഡിയോയും ചെയ്യാതെ അന്തസ്സായിട്ട് അവരുടെ പണിയെടുത്ത് ജീവിക്കുന്നു. പക്ഷേ അമ്മാച്ചനും അമ്മാച്ചന്റെ ടീമും എന്തുവാ ചെയ്യുന്നത്? ഇപ്പോഴും അവരെ വെച്ച് കണ്ടന്റ് ഉണ്ടാക്കി തിന്നു ജീവിക്കുന്നു. പിന്നെ എന്റെ കാര്യം, ഞാൻ ഈ ചീഞ്ഞളിഞ്ഞ കണ്ടന്റുകളൊന്നും എടുക്കാറില്ല. ഞാൻ താങ്കളെ പോലെ പ്രഗത്ഭനായിട്ടുള്ള അമ്മാച്ചനെ പോലെ പ്രഗത്ഭനായിട്ടുള്ള വ്ളോഗറൊന്നും അല്ല. ഞാൻ സാധാരണ ഒരു പാവപ്പെട്ട ഇന്റർവ്യൂവർ ആണ്. എന്റെ ചാനലോടെ 5-6 വർഷമായി. 5000-5500 സബ്സ്ക്രൈബേഴ്സേ ഉള്ളൂ. അതും ഈ ഇടയ്ക്ക് രേണുസുതി ഇന്റർവ്യൂ ചെയ്തുകൊണ്ട് കിട്ടിയ ദാനം കിട്ടിയ സബ്സ്ക്രൈബേഴ്സാ. അല്ലാതെ എനിക്ക് സബ്സ്ക്രൈബേഴ്സ് ഒന്നുമില്ല. അതിനുവേണ്ടി തറപ്പരിപാടിക്ക് ഞാൻ പോകാറുമില്ല. എന്റെ ചാനൽ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഞാൻ റിവ്യൂസ് ആണ് ചെയ്യുന്നത് കൂടുതൽ. ആദ്യകാലങ്ങളിൽ സമൂഹത്തിന്റെ കുറെ അട്രോസിറ്റികൾ എടുത്ത് റിയാക്ട് അല്ല, എന്റെ അഭിപ്രായങ്ങൾ പറഞ്ഞിരുന്നു. പിന്നെ എനിക്ക് സമയമില്ല, എന്റെ ലക്ഷ്യം വേറെ ഞാൻ തോന്നിയോണ്ട് ഞാനിത് ചെയ്യാറില്ല. പിന്നെ എനിക്ക് സൈഡ് ഈ പറയുന്ന പോലെ തിരക്ക് ഒഴിവ് കിട്ടുമ്പോൾ ഞാൻ ഇതൊക്കെ ചെയ്യും. ചിലത് ഒട്ടും സഹിക്കാൻ പറ്റാതെ നമുക്ക് പേഴ്സണലി അറിയാവുന്നവരെയൊക്കെ അങ്ങനെ ഹരാസ് ചെയ്യുമ്പോഴാണ് നമ്മൾ എടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പൊ രേണുസുതിയെ സംബന്ധിച്ചിടത്തോളം അന്നും ഇന്നും എനിക്ക് സമൂഹത്തോട് ചോദിക്കാൻ, ഈ പറഞ്ഞ അതുലമ്മാച്ചനോടും അമ്മാച്ചന്റെ ടീമിനോടും ഒക്കെ ചോദിക്കാനുള്ളത്, അവരെയൊക്കെ തെറി പറയാനും അവരെയൊക്കെ അവരുടെ കുറ്റം വിധിക്കാനും ഒരു റൈറ്റ് നിനക്കില്ല. അവരൊരു കുറ്റവാളിയല്ല. പിന്നെ അവര് അങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലൊരു നിയമം വരണം, ആരും കള്ളം പറയാൻ പാടില്ല, എല്ലാവരും നന്മമരങ്ങളായിരിക്കണം, എല്ലാവരും സത്യസന്ധരായിരിക്കണം, കള്ളം പറയുന്നതിന് 5000 രൂപ പെനാൽറ്റി. അങ്ങനെയുള്ള നാട്ടിൽ ചെന്നാൽ ഈ പറയുന്നത് ന്യായം. കള്ളത്തരങ്ങൾ വന്ന് പറയുന്നില്ല. ആരോട് കള്ളത്തരങ്ങൾ വന്ന് പറഞ്ഞെന്ന്? രേണു സുധിച്ചേട്ടൻ മരിച്ചുപോയി. അപ്പൊ ഇത് കണ്ട പൊള്ളണ്ട ആള് സുധിച്ചേട്ടനല്ലേ? ബാക്കിയുള്ളവർക്കൊക്കെ എന്തിനാടാ പൊള്ളുന്നേ? അത് തന്നെയല്ലേ അമ്മാച്ചനോട് ഈ ചോദിക്കുന്നേ മലയാളത്തില്. രേണുസുതി പറയുകയാണ്, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല, ഒരേ ഒരു കല്യാണം കഴിച്ചിരിക്കുന്നത് സുധിച്ചേട്ടനെ മാത്രം. ആ സുധിച്ചേട്ടൻ മരിച്ചുപോയി. സുധിച്ചേട്ടന്റെ വിധവയായിട്ടാണ് അവരിപ്പോഴും ജീവിക്കുന്നത്. അപ്പൊ പിന്നെ ആർക്കാടോ ഇത്ര പൊള്ളുന്നത്? പൊള്ളുന്നവർക്കോട് പൊള്ളട്ടെ, അത്രേ എനിക്ക് പറയാനുള്ളൂ. അല്ലാതെ ഒന്നും പറയാനില്ല. ഒളിഞ്ഞും തെളിഞ്ഞും ഇരുന്ന് ആക്രമിക്കുന്ന, ഞാൻ അതാണ്, ഞാൻ ഇതാണ്, ഞാൻ മറ്റേ വലിച്ചു കയറ്റിക്കളയും, ഞാൻ മറ്റേത് ചെയ്തോളൊക്കെ ഭീഷണിപ്പെടുന്നവരെയൊക്കെ ഒന്നും മൈൻഡ് ചെയ്തില്ല. നമ്മള് വെറും മൈൻഡ് ചെയ്തില്ല. ഇവിടെ ഒരാൾക്ക് മാത്രമല്ല നിയമമുള്ളത് കേട്ടോ. പിന്നെ ഒരു പ്രാവശ്യം ഞാൻ ഇപ്പോഴും പറയുന്ന എഗെയിൻ റിപ്പീറ്റ് ചെയ്യുന്നു, ചക്ക വീണ് മുയല് ചത്തെന്ന് വെച്ചിട്ട് എല്ലാ പ്രാവശ്യം ചക്ക വീണങ്ങ് മുയല് ചാകത്തില്ല അതുലമ്മാച്ച. പിന്നെ നീ എന്ത് നന്മ, ആർക്ക് നന്മയുള്ള എന്ത് ഉപകാരമുള്ള സാധനമാണ് നിന്റെ ചാനൽ നീ ചെയ്തിട്ടുള്ളത്? ഒന്നും ചെയ്തിട്ടില്ല. അപ്പൊ പിന്നെ നീ എന്നെ വിധിക്കാൻ ആരാ? നീ എന്നെ വിധിക്കുമ്പോ നീ സ്വയം ഒന്ന് തിരിഞ്ഞു നോക്ക്. എന്താണ് കണ്ണാടി എന്നിട്ട് നോക്കണം, എന്താണ് നീ ചെയ്തു കൂട്ടുന്നതെന്ന്. പിന്നെ ഞാൻ ആരെയും വിറ്റ് കാശാക്കാൻ നോക്കിയിട്ടില്ല. എന്റെ ഓരോ വീഡിയോസ് എടുത്ത് നോക്കിയാലും അറിയാം, എന്നെ പറഞ്ഞതിനെ ഞാൻ റിയാക്ട് ചെയ്തിട്ടേ ഉള്ളൂ. അതിപ്പം രേണുസുതി ആയാലും ലൈഫ് ഓഫ് അനന്തു ആയാലും ഈ പറയുന്ന അതുലമ്മാച്ചനായാലും ഞാൻ എന്നെ പറഞ്ഞതിന് ആണ് റിയാക്ട് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ എനിക്ക് അറിയാവുന്ന ഒരാളോട് വളരെ ക്രൂരമായി ബിഹേവ് ചെയ്യുന്നതിന് മാത്രമാണ് ഞാൻ റിയാക്ട് ചെയ്തിരിക്കുന്നത്. അല്ലാതെ മറ്റേ അപ്പുറത്ത് അമ്മായിയുടെ കുളിമുറിയിൽ ഒളിഞ്ഞു നോക്കി അമ്മാവൻ, അല്ലെങ്കിൽ അമ്മാവൻ അമ്മായിയെ മറ്റേത് ചെയ്തു, ബന്ധുക്കളുടെ പിന്നെ കുശുമ്പ് വർത്താനങ്ങളൊന്നും അല്ല ഞാൻ ഇവിടെ വന്നിരുന്നു പറയുന്നത്.
അതുകൊണ്ട് തന്നെ ഇതൊക്കെ പറയുന്നതിലൊക്കെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോടെ? ഒന്ന് ആലോചിക്കുക. ഏറ്റവും അടിവരയിട്ട് പറയേണ്ട ഒരേ ഒരു കാര്യമേ എനിക്കുള്ളൂ. അമ്മാവനൊക്കെ വിറ്റ് തിന്നുന്നത് രേണുസുതിയല്ലേ? അത് ആണോ അല്ലയോ? അങ്ങനെയല്ലേ? അപ്പൊ പിന്നെ ഇതൊക്കെ പറയുന്നതിൽ എന്തെങ്കിലും മാന്യതയുണ്ടോ? പിന്നെ പറയുമ്പോ കൂട്ടിച്ചേർത്ത് പറയുന്ന ഇതാണ്, എന്ത് കണ്ടാലും ഞാൻ പ്രതികരിക്കും, മറ്റേത് ചെയ്യും, മറിച്ച് എന്ത് പ്രതികരിക്കാൻ? രേണുസുതി ആരെങ്കിലും കൊന്നോ? രേണുസുതി ആരെങ്കിലും ഈ പറയുന്ന പോലെ സുധിച്ചേട്ടന് ജീവിച്ചിരിപ്പില്ല, ചതിയും വഞ്ചനയും ചെയ്യേണ്ട ആൾ അദ്ദേഹത്തോടായിരുന്നു. അദ്ദേഹം മരിച്ചുപോയി. മരിക്കുന്നവരെ അയാൾക്ക് രേണുസുതി പ്രാണനായിരുന്നു. പിന്നെ മറ്റുള്ളവർ പറയുന്നത്, അത് അവർ പറയുന്നത് മാത്രമല്ലേ ഉള്ളൂ. സുധിച്ചേട്ടന് ഇനി വന്ന് പറയാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് പറയുന്നവർ പറയട്ടെ. അതല്ലാതെ അവരെ ക്രിറ്റിസിസം ഒക്കെ ചെയ്യാം, അവരുടെ അഭിനയത്തിനെ കുറിച്ചോ അവർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ, അതിനൊക്കെ ഒരു മര്യാദ വേണ്ടടേ. അല്ലാതെ എടുത്തിട്ട് വെച്ച് ചെയ്യുമ്പോ, അവരുടെ പെർമിഷൻ ഇല്ലാതെ ചെയ്യുമ്പോ അതൊരു ദ്രോഹമല്ലേ? ഈ ദ്രോഹമൊക്കെ നിർത്തി വല്ല പണിയും ചെയ്ത് ജീവിക്കടോ. ഈ വ്ളോഗ് വെച്ച് എത്രയോ പേർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമോ? അതിൽ അമ്മാച്ചനൊന്ന് ആലോചിക്ക്, അമ്മാച്ചനൊന്ന് ചിന്തിക്ക്, നല്ല കാര്യങ്ങളൊക്കെ ഇരുന്ന് ചെയ്യ്. അപ്പൊ നമ്മളും വരും. അതുലമ്മാച്ചന്റെ ഫാൻസ് ഒക്കെ ആയിട്ട് ഞാനും ഒക്കെ വരുമെന്നേ. എന്തായാലും ഞാൻ തന്നെ സബ്സ്ക്രൈബർ ആകട്ടോ. ഓക്കെ, അപ്പൊ കാണാം.